2022 ഈ ബോർഡ് ഉണ്ടാക്കുമ്പോൾ എൻ്റെ അവസ്ഥ ഇതായിരുന്നു. കുഴിയിൽ കിടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ യേശുക്രിസ്തു കൈ നീട്ടി രക്ഷിക്കുന്ന ഒരു പിക്ചറാണിത്. അത്യുന്നതന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ നസ്രയനായ യേശുവിന്റെ നാമത്തിന്, സത്യ ഏകദൈവത്തിന്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. രോഗത്താൽ കഷ്ടം അനുഭവിക്കുന്നവരോടും ദുഃഖം അനുഭവിക്കുന്നവരോടും ഒരു വാക്ക്. ഇത് 2022 ഞാൻ ഉണ്ടാക്കിയ ഒരു ബോർഡാണ്. ഈ ബോർഡിൽ ഒരുപാട് ഫെയ്ത്ത് ഡിക്ലറേഷൻസ് ആണ്, അല്ലെങ്കിൽ ഹീലിങ്സിന് വേണ്ടിയുള്ള വചനങ്ങളാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. വചനങ്ങൾ മാത്രമല്ല, 2019 എടുത്ത എൻ്റെ ഒരു ഫോട്ടോയും ഈ ബോർഡിൽ ഞാൻ വെച്ചിട്ടുണ്ട്. 2022 ഇങ്ങനെയൊരു ബോർഡ് ഉണ്ടാക്കുമ്പോൾ 2019 ഇങ്ങനെയൊരു മുഖമോ 2025 നിങ്ങൾ കാണുന്ന ഇങ്ങനെയൊരു മുഖമോ എനിക്ക് ഇല്ലായിരുന്നു. ഇല്ലാത്ത ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു രോഗം കൊണ്ട്, സ്കിന്ന് ഒരുപാട് ഡിറ്റീരിയറേറ്റ് ആയി പോകുന്ന ഒരു രോഗം കൊണ്ട് എനിക്ക് എൻ്റെ മുഖം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിരുന്നു. പൂർണ്ണമായിട്ടും എൻ്റെ മുഖം വികൃതമായി പോയായിരുന്നു. ആരും കണ്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള മുഖമായി പോയായിരുന്നു. മുഖം ഇല്ലാത്ത ഞാൻ മാസ്കിൻ്റെ പിറകിൽ മുഖം ഒളിപ്പിച്ച് അങ്ങനെ ഒരു ജീവിതം ഒരുപാട് നാളൊന്നും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി ഞാൻ അവസാനം തീരുമാനിച്ചത് ആത്മഹത്യ ചെയ്യാനാണ്. 2022 ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നസ്രയനായ യേശുവുമായിട്ടുള്ള ഒരു ഡിവൈൻ എൻകൗണ്ടർ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയും അതിനുശേഷം ഒരു യൂ ടേൺ എടുക്കുകയുമാണ് ഞാൻ ചെയ്തത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട സൗഖ്യം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തു സൗഖ്യമാക്കും എന്നുള്ള ആ ഒരു സത്യം എനിക്ക് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതെൻ്റെ ടെസ്റ്റിമണി കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു ടെസ്റ്റിമണി അല്ല, എൻ്റെ ടെസ്റ്റിമണിയുമായിട്ട് ഞാൻ ഒരിക്കലും വന്നിട്ടില്ല. 2025 ഒരു പക്ഷേ അതിന് കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ഈ ബോർഡിൽ മറ്റൊരു ഫോട്ടോയും കൂടി ഉണ്ട്, നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കുഴിയിൽ കിടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയാണ്. 2022 ഈ ബോർഡ് ഉണ്ടാക്കുമ്പോൾ എൻ്റെ അവസ്ഥ ഇതായിരുന്നു. കുഴിയിൽ കിടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ യേശുക്രിസ്തു കൈ നീട്ടി രക്ഷിക്കുന്ന ഒരു പിക്ചറാണിത്. ഈ ഒരു ബോർഡ് ഇതുപോലെ തന്നെ ഞാൻ ഇന്നും ഒരു സുവനീർ പോലെ റീറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. പല വാക്യങ്ങളൊക്കെ ഇതിനകത്തു നിന്ന് ഊരിപ്പോയിട്ടുണ്ട്, എങ്കിലും ഇതെനിക്ക് വളരെയേറെ പ്രിയങ്കരമാണ്. ഈ ഒരു ബോർഡ് മാത്രമല്ല, എനിക്ക് നിങ്ങളെ കാണിക്കാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു ബോർഡ് പോലെ തന്നെ ഒരുപാട് ഫെയ്ത്ത് ഡിക്ലറേഷൻസ്, പ്രത്യേകിച്ച് സൗഖ്യത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള വചനങ്ങൾ ഞാൻ ബൈബിളിൽ നിന്നും കണ്ടുപിടിച്ച് ഇങ്ങനെ ഒരു പേപ്പറിൽ ഇന്ന് ഇതിൻ്റെ മഷിയൊക്കെ ഒരുപാട് മാഞ്ഞ് 2-3 വർഷം പഴക്കമുള്ളതുകൊണ്ട് തന്നെ മഷിയൊക്കെ ഒരുപാട് മാഞ്ഞ് പോയിരിക്കുന്നു. എങ്കിലും ഇതേപടി തന്നെയായിരുന്നു. 6 ആഗ് രൂപത്തിൽ ഞാനിത് മടക്കി എൻ്റെ പേഴ്സിനകത്തിട്ട് ഇതുമായിട്ടായിരുന്നു യാത്ര. എപ്പോഴും എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഈ വചനങ്ങൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. കണ്ണിൻ്റെ മുമ്പിൽ മാത്രമല്ല, ഞാൻ ഈ വചനങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ ഈ വചനങ്ങളെക്കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. എൻ്റെ ഊണിലും ഉറക്കത്തിനുമൊക്കെ വചനങ്ങളാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. ഓക്സിജൻ ഇല്ലായിരുന്നെങ്കിലും ഒരു പക്ഷേ ഞാനന്ന് ജീവിച്ചേനമായിരുന്നു. പക്ഷേ എൻ്റെ യേശുവിൻ്റെ വചനങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തേ ഇല്ലായിരുന്നു. നസ്രയനായ യേശു എന്നെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഓടിച്ചു. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ അവൻ എന്നെ പഠിപ്പിച്ചു. ഞാൻ അന്ന് പഠിച്ച കാര്യങ്ങളാണ് ഇന്ന് മെസ്സേജുകളുടെ രൂപത്തിൽ ഞാൻ പറയുന്നത്. ഈ വചനങ്ങൾ ഞാൻ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ബൈ ദ വൂൺസ് ഓഫ് ജീസസ് ഐ എം കംപ്ലീറ്റ്ലി ഹീൽഡ് എന്നുള്ള തിരുവചനം ഞാൻ എത്ര പ്രാവശ്യം ഉരുവിട്ടിട്ടുണ്ട് എന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. ആയിരക്കണക്കിന് 10,000-കണക്കിന് പ്രാവശ്യം ഊണിലും ഉറക്കത്തിലും, എൻ്റെ ഉറക്കത്തിൽ പോലും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. കാരണം ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോഴൊക്കെ ഞാൻ തിരിച്ചറിയുമായിരുന്നു എൻ്റെ മനസ്സിൽ ഈ ഒരു വചനമായിരുന്നു. അങ്ങനെ പറഞ്ഞ് എനിക്ക് ഒരുപാട് വിശ്വാസം വർദ്ധിച്ചു. എങ്ങനെയാണ് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നത്? ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വിശ്വാസം വരുന്നതാണ്. ഈ ഒരു വചനം പിന്നീട് ഞാൻ ഫ്രെയിം ചെയ്ത് വെക്കുകയായിരുന്നു. രോഗത്തിൽ കൂടി കടന്നു പോകുന്നവർ അവൻ്റെ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ നിന്നും രോഗം വിട്ടുപോകുന്നതായിരിക്കും. കാരണം അവൻ്റെ വചനങ്ങൾക്ക് വലിയ ശക്തിയുള്ളതാണ്. ഇത് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. ഡോക്ടർമാർ ഒരു പ്രയോജനവുമില്ല, ഇനി ചികിത്സയില്ല എന്ന് പറയുന്ന അവസ്ഥകളിൽ അവൻ്റെ വചനം ഉരുവിട്ടാൽ എങ്ങനെ മാറും എന്നുള്ളത് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ഇത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത് അനുഭവിച്ചറിയുക. കാരണം ഹീസ് എ പ്രോമിസ് കീപ്പർ. അവൻ വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്തവനാണ്. തൻ്റെ ശരീരത്തിൽ നിങ്ങളുടെ രോഗവും പേറിയാണ് അവൻ മരിച്ചത് എന്നുള്ള ശരിയായ ധാരണ, റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ഇത് രോഗമില്ലാത്തവരും
ഈ ഒരു കാര്യം മനസ്സിലാക്കുക. കാരണം രോഗം എന്നാണ് നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ വെളിവാകുന്നത് എന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ലാത്തൊരു കാര്യമാണ്. പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഏത് അവസ്ഥകളിൽ നിന്നും അവന് മാറ്റം നൽകാൻ കഴിയുന്നതാണ്. കാരണം all things are possible for God. So come fall in love with Jesus and fall in love with the word of God. Fall in love with Jesus. Fall in love with the word of God.